വെൽക്കം ടു ഏഗൺ. ഹായ് മക്കളെ, അപ്പൊ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഇപ്പൊ ടീച്ചറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് 8th സ്റ്റാൻഡേർഡിന്റെയും 10th സ്റ്റാൻഡേർഡിന്റെയും ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല, കുറച്ചുകൂടി സമയമെടുക്കുമെന്ന്. അതെ. അപ്പൊ ഇത് എന്താണ് എന്നറിയാമോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ 9th ടെക്സ്റ്റ് ബുക്ക് ഒന്നും തന്നെ ആയില്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിന്റെ പഴയ ബുക്ക് വാങ്ങുന്നത് കൊണ്ടൊന്നും പറ്റില്ല, ഒരു കാര്യവുമില്ല. അപ്പൊ നമുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക് എത്തണം. അതെ. അപ്പൊ ഇന്ന് ഇവിടെ ഞാനും ആതിര മിസ് എന്തിനാ വന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പാഠങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപ്പൊ ടെക്സ്റ്റ് ബുക്ക് എത്തുമ്പോൾ തന്നെ എല്ലാ സബ്ജക്റ്റിലെ ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഇതായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളാണ് ആ ടെക്സ്റ്റ് ബുക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അപ്പൊ ഞങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷൻ ഇതാണ്: എങ്ങനെയുണ്ട് ടെക്സ്റ്റ് ബുക്ക്? കഴിഞ്ഞ വർഷവും ഈ വർഷവും ടെക്സ്റ്റ് ബുക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ ഒരല്പം വേവലാതി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇനി ഇതുവരെ പഠിച്ചിരുന്നതിനേക്കാൾ പ്രയാസമായിരിക്കോ, ടഫ് ആകുമോ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എന്ന് ഓർത്തിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. കുറച്ചുകൂടി നല്ല നല്ല കഹാനികളാണ്, കവിതകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പുതിയ വിധകളൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, അവർക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പാഠഭാഗങ്ങളെ പരിചയപ്പെടാന്ന് പറയുമ്പോൾ ഇത്തവണ നമുക്ക് 5 യൂണിറ്റിലായിട്ടാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് 12 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5 കവിതയാണ്. കവിത പഠിക്കാൻ വളരെ ഈസി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആശയം പഠിച്ചു കഴിഞ്ഞാൽ ആ കവിത അവിടെ കംപ്ലീറ്റ് ആയി. പക്ഷെ നമ്മുടെ മറ്റ് ഗദ്യ വിഭാഗങ്ങൾ അതല്ല, ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും വരാം. ഡയറി ചോദിക്കാം, ലെറ്റർ ചോദിക്കാം, പടുകഥ ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ എന്തില്ല. ഈ കവിതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. നമുക്ക് ആ ടിപ്പണ്ണി പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസറും ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെ. പിന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പേരുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന് ഒരു പേരുണ്ട്, GA ജീബർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. അതെ. ഇനി ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കഹാനിയുടെ പേര്, ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. ഈ പേര് കേൾക്കുമ്പോ ഏതൊക്കെയോ പാട്ടുകളാണ് എന്റെ മനസ്സിൽ കൂടെ വരുന്നത് അല്ലേ? നട്ടുകെട്ട് നട്ടുകെട്ട് എന്ന് പറഞ്ഞ പാട്ടില്ലേ, ഹിന്ദി പാട്ട്. ആ പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്നറിയാമോ? ബഹുത് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള നാഗാർജുൻ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അതെ. അപ്പൊ നാഗാർജുന്റെ കവിത ഇപ്പം 10th കുട്ടികൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ എന്ന് വെച്ചാൽ SSLCയുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ നാഗാർജുന്റെ ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കവിത ഇത്തവണ നിങ്ങൾക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്, 9th പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കിട്ടും. കാരണം നാഗാർജുന്റെ ഒരു കവിത എഴുതുന്ന സ്റ്റൈൽ എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ കവിതയിൽ എന്തൊക്കെ പ്രതിപാദിക്കുന്നുള്ള വിഷയം നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നേ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ബൂട്ടി കാക്കി എന്ന ഒരു ശസ്ത്രിയെ കുറിച്ചാണ്. ശസ്ത്രി എന്ന് പറഞ്ഞാല് നമ്മുടെ നിരൂപണമൊക്കെ അല്ലേ? ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഒരു നിരൂപണമാണ് നമുക്ക് ഇതിൽ നിന്ന്. അതും പ്രേംചന്ദിന്റെ കഹാനിയും കൂടാതെ ഗുൽസാർ കി ഫിലിം ഇതിനെയൊക്കെ ആധാരിതമാക്കിയിട്ട് എഴുതിയിട്ടുള്ള നിരൂപണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്കൊരു പുതിയ ഒരു പ്രോക്തിയാണ് പഠിക്കാൻ. ഇതുവരെ കേട്ടിട്ടില്ല അവര് കഥയും അതുപോലെ തന്നെ കവിതയും പിന്നെ മുക്തിബോധിന്റെ ഒരു പട്കഥയൊക്കെ ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. അതെ, പട്കഥ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഈ 3 ചാപ്റ്ററോട് കൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് യൂണിറ്റിലേക്ക് ആകെ നിങ്ങൾക്ക് 2 ചാപ്റ്റർ മാത്രമാണ് വരുന്നത്. അതിൽ ഗർ എന്നൊരു കഹാനിയാണ് ആദ്യത്തേത്. പിന്നെ ഭൂൽ എന്ന കവിതയും. ഈ രണ്ട് പേരുകൾ തന്നെ എന്തൊരു കൂളാണ്. ഗറും ഭൂലും. ഈ ഒരു 2 ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള യൂണിറ്റിന്റെ പേരെന്താണ്? ഹരിയാലി കി ചാവുമേ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ പേര് കേട്ടപ്പോൾ ഒരു മിസ് പറഞ്ഞു ഇവിടെ ഭയങ്കര കൂളാണെന്ന്. അപ്പൊ ഹരിയാലി എന്ന് പറയുമ്പോൾ ആ ഒരു പച്ചപ്പ് അല്ലെ? അപ്പൊ ഹരിയാലി കി ചാവുമേ എന്നാണ് 2ാമത്തെ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഒരു പച്ചപ്പിന്റെ തണലിൽ വളരെ നമുക്കൊരു തണല് കിട്ടാന്ന് പറയുമ്പോൾ എന്താ നല്ലൊരു ആശ്വാസമാണ്. അതും ഈ വേനലിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റിന് ശേഷം വളരെ ആശ്വാസകരമായി കൊണ്ടാണ് 2ാമത്തെ യൂണിറ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് 3ാമത്തെ യൂണിറ്റ് പരിചയപ്പെടാം. 3ാമത്തെ യൂണിറ്റിന്റെ പേരിൽ തന്നെ വല്ലാത്തൊരു യൂണിറ്റി ഉണ്ട്. ഹം ഏക് ഹേ, നമ്മൾ ഒന്നാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ഒന്നാണ്, നമുക്ക് ഒരുമിച്ചാണ് ഇതൊക്കെ പഠിക്കാനുള്ളതും അറിയാനുള്ളതും. അതെ. അപ്പൊ അതിലുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ് ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലി ഗയി.
ഇത് സ്വയം പ്രകാശ് എഴുതിയിട്ടുള്ള ലേഖാണ് അല്ലേ മിസ്? അതെ, ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയപ്പോൾ എന്തായിരിക്കും ആ ഒരു സംഭവം അറിയാനൊക്കെ വലിയ ആകാംക്ഷ നിങ്ങൾക്കുണ്ടല്ലേ? ഒക്കെ നമുക്കറിയാം. അപ്പൊ സ്വയം പ്രകാശിന്റെ ഒരു ലേഖാണ്. അപ്പൊ കഴിഞ്ഞ തവണയും സ്വയം പ്രകാശിന്റെ ഒരു ലേഖ് കുട്ടികൾക്ക് ഗാന്ധിജിയെ കുറിച്ച് തന്നെ പഠിക്കാൻ ഗാന്ധിജി കൈസേ ബനെ എന്നുള്ള എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഗാന്ധിജി നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു ഗാന്ധിജിയായി നമ്മളിലേക്ക് എത്തിയത്, ഒരു മഹാത്മാവായത് എങ്ങനെയാണ് എന്നൊക്കെ ആയിരുന്നു ആ ചാപ്റ്ററിന്റെ ഉള്ളടക്കം. അതിൽ ഈ വാച്ചിനെ പറ്റി പറയുന്നുണ്ട്. അതെ അതെ, അവസാന ഭാഗത്തേക്ക് ചെറിയൊരു വലിയ ഇൻസിഡന്റ് ഒന്നും അല്ലെങ്കിലും അതിൽ ഈ വാച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തന്റെ ഈ വസ്ത്രവിധാനമൊക്കെ മാറ്റി വന്നപ്പോൾ ഈ വാച്ച് ഒരു ബാധ്യതയായി മാറി. അതെ, അപ്പൊ ഡ്രസ്സൊന്നും ധരിക്കാതെ വാച്ച് കൈ കെട്ടുന്നത് ഒരു ബാധ്യതയായി തോന്നിയപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ വാച്ച് അരയിൽ ഇങ്ങനെ തൂക്കിയിട്ടു. അപ്പൊ പണ്ടൊക്കെ എങ്ങനെ ഈ പോക്കറ്റിൽ ഇങ്ങനത്തെ വാച്ച് അല്ലേ, കെട്ടുന്നതും അല്ലല്ലോ, അതെ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം അരയിൽ തൂക്കാൻ വേണ്ടി തുടങ്ങിയത്. അതെ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു കവിതയാണ്. മുക്തിബോധിന്റെ കവിതയാണ്. മുക്തിബോധ് എന്ന സാഹിത്യകാരന്റെ കഹാനിയായിരുന്നു കഴിഞ്ഞ തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. പക്ഷി ഓർ ദീപക് എന്ന് പറയുന്ന, ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജൻ ജൻ കാ ചെഹര ഏക് എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്ന 2 പാഠങ്ങൾ അല്ലെ? അപ്പൊ ആദ്യത്തെ ഒരു യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സ്, രണ്ടാമത്തേതിൽ 2 ചാപ്റ്റേഴ്സ്, മൂന്നാമത്തേതിൽ 2 ചാപ്റ്റേഴ്സ്. ഇനി നമുക്ക് ഇക്കായി 4 അതായത് യൂണിറ്റ് 4 നോക്കാം. ആ ഒരു യൂണിറ്റിന്റെ പേര് ഇങ്ങനെയാണ്, കാമിയാബി കി രാഹ് പർ. അപ്പോ അതില് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഒരു ലേഖാണ്. സോപാൻ ജോഷിയുടെ ലേഖാണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് വെച്ചാല് ഫുട്ബോളിന്റെ മനസ്സിലെ രാജാവ് എന്ന് വരുന്ന ഒരാശയമാണ് ഈ ലേഖിലുള്ളത്. നമുക്ക് വരുന്നത് ഇങ്ങനെ ഫുട്ബോളിനെ തലയിലേറ്റി നടക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ വെക്കേഷൻ സമയം ആയതുകൊണ്ട് അവർക്ക് അതിനോടുള്ള ക്രേസ് ഒക്കെ ഭയങ്കര കൂടുതലുമായിരിക്കും. ഇനി നമുക്ക് രണ്ടാമതായിട്ട് ആ യൂണിറ്റിൽ വരുന്ന ചാപ്റ്റർ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്നുള്ള ഒരു ലോകകഥയാണ്. അപ്പൊ ലോകകഥ എന്ന് പറയുമ്പോൾ ഇവർ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് മിസ്സേ, ഷഹൻഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്നുള്ള ഒരു ലോകകഥ. ഈ ലോകകഥ എന്താണ്, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് കേട്ട് പരിചയമുള്ള കഥകളാണ്. പ്രത്യേകിച്ച് എല്ലാം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, രസമാണ് അത് വായിക്കാൻ, രസകരമാണ്. പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകും അല്ലെ? ഓരോ ലോകകഥയിലും ഒരു ഉള്ളടക്കം അല്ലെ ഒരു മെസ്സേജ്, നല്ലൊരു മെസ്സേജ് നൽകുന്നതാണ് ഓരോ ലോകകഥയും. അപ്പൊ ഇവിടെ മംഗ്ലേഷ് ഡബ്രാലിന്റേതാണ്, അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതായിരിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ചാപ്റ്റർ വരുന്നത് കവിതയാണ് കേട്ടോ. അപ്പൊ എന്താണ് കവിതയുടെ പേരെന്നറിയാമോ? കബ് തക്. അതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം അല്ലെ? അതെ, കബ് തക്, എത്ര കാലം നമ്മൾ ഇങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ എത്ര കാലം നമ്മൾ ഇതൊക്കെ സഹിക്കും, എത്ര കാലം നമ്മൾ അനുഭവിക്കണം? അപ്പൊ എല്ലാവർക്കും തന്റെ ലൈഫിനോട് ചോദിക്കാനുള്ള ആ ചോദ്യമാണ് ഇവിടെ കവിതയായിട്ട് നമ്മളോട് വന്നിരിക്കുന്നത്. അത് ആരാണ് എഴുതിയിരിക്കുന്നത്? വന്ദന കേട്ടെ എന്നുള്ള ഒരു റൈറ്ററാണ്. അപ്പൊ ഈ ഒരു വർഷം ഒരുപാട് പുതിയ സാഹിത്യകാരന്മാരെ നമുക്ക് പഠിക്കാൻ, പുതിയതല്ല പക്ഷെ നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ 8ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാത്ത കുറെ പുതിയ ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്ത യൂണിറ്റ്, അവസാനത്തെ യൂണിറ്റ് ഇക്കായി 5 യൂണിറ്റ് 5 ഖുലാ ആസ്മാൻ. അതെ, ഖുലാ ആസ്മാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആകാശം ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലോകം അല്ലെ, നിങ്ങളുടെ ഫ്യൂച്ചർ ഒക്കെ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ തുറന്ന ആകാശം പോലെ തുറന്നിരിക്കുകയാണ്. അതെ, ഇതിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു നാടകമാണ്. അപ്പൊ നമ്മളൊരു ഏകാംഗി കഴിഞ്ഞ വർഷം പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു നാടകമാണ്, അതും രവീന്ദ്രനാഥ് ടാക്കൂറിന്റെ രാജ ഓർ വിദ്രോഹി. അപ്പൊ ഈ ഒരു നാടകം ട്രാൻസ്ലേറ്റ് ചെയ്തത് അമർ ഗോസ്വാമിയാണ്. അപ്പൊ അമർ ഗോസ്വാമിയുടെ ആ ഒരു ട്രാൻസ്ലേറ്റർ വേർഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ബോൺസായി എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ബോൺസായി വൃക്ഷത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് ഒരു വലിയൊരു മരത്തിനെ ചെറുതാക്കി കീപ്പ് ചെയ്യാം അല്ലെ? കാണാൻ വളരെ ക്യൂട്ടാണ്, ആരും ഇഷ്ടപ്പെടും. പക്ഷേ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ വളരാൻ അനുവദിക്കാതെ അതിനെ എങ്ങനെ വെട്ടി ഒതുക്കി അല്ലെ, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന്റെ ആ വളർച്ചയെയും ആ ഒരു മരത്തിന്റെ സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ എന്താക്കിയിരിക്കുന്നു, നമ്മൾ പോയിട്ട് നശിപ്പിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ സുധാ ഉപാധ്യായയുടെ ഒരു കവിതയാണ് ബോൺസായി. ബോൺസായി ചെടികളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, ആരും ഇഷ്ടപ്പെടും. അതെ,
പക്ഷേ ആ ചെടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അല്ലെ, വെട്ടിമുറിക്കുക, നമ്മൾ വളരാൻ സമ്മതിക്കുന്നില്ല, വളരാൻ അനുവദിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന അതിന്റെ ലൈഫാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 5 യൂണിറ്റും. അപ്പൊ ഇത്രയും പുതിയ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കും എന്ന പ്രയാസത്തിലാണോ നിങ്ങൾ? എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ ആരുടെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനില്ലാതെ എങ്ങനെയാണ് നിങ്ങളുടെ 9th അല്ലെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ 9th നിങ്ങൾക്ക് ഒരു അല്പം പ്രയാസപ്പെടുത്തുന്നത് തന്നെയാണ്. എങ്ങനെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നമ്മളിപ്പോൾ പബ്ലിക് ലൈവ് ക്ലാസ്സുകൾ മാത്രമല്ല, ഏകന്റെ ആപ്പിലൂടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും കൂടാതെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക 9th. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.